കുട്ടുസാ നീ ചാടി കയറി പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ചേട്ടൻ ഒന്ന് പോട്ടെന്നു. ഇന്നലെ ഇടി കിട്ടിയ ക്ഷീണം വരെ മാറിയിട്ടില്ല. ഞാൻ ഓർമ്മ കൊടുക്കുവാനായിട്ട് അടിപൊട്ടി ഞാൻ ചേട്ടൻ മുങ്ങോട്ടോ. കുട്ടിയച്ചാ നീ മുറ്റത്ത് നിൽക്കാതെ അവളെ കൂട്ടി അകത്തോട്ട് കയറിയരി. എന്റെ പൊന്നെ വെച്ച് അവളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് എത്ര രൂപ ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അവളെ ഇങ്ങോട്ട് ഇറക്കോട് കൊല്ലും ഞാൻ അവളെ. ഇന്ന് നിങ്ങൾ കൊല്ലുവോ വളർത്തുവോ എന്നാന്ന് വെച്ചാ ചെയ്. കുട്ടായി ഇങ്ങോട്ട് വരട്ടെ, നിങ്ങൾ അവനുമായിട്ടൊന്ന് സംസാരിക്കും. എന്റെ പൊന്നളിയാ, നിങ്ങളിങ്ങനെ പഴമ്പഴിക്ക് പറഞ്ഞിരിക്കാതെ അവനെ ഇങ്ങോട്ട് വിളിക്കേ, അല്ലെങ്കിൽ പറ. ബാക്കിയാരും ഞങ്ങൾ നോക്കിക്കോളാം. എടാ ബേബി ഒന്ന് സമാനപ്പെടാ, അവിടെ ഒരു പരിപാടി നടക്കുമല്ലേ. ഒരു കൊടി ഇത്ര കയറ്റിക്കൊണ്ട് വരുമ്പോ എന്നാ മുടക്കാവും? ഇതിന് ശരിക്കും മുടക്കം ഭയങ്കര കുറവാ. ഞാൻ പ്രധാനമായിട്ട് ചാണകം ഉപയോഗിക്കുന്നത്. പിന്നെ അടിക്കാട് വെട്ടുമ്പോൾ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കും. ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ മറ്റൊന്നിന് വളമാവുന്നത്. അത് ശരിയാ. നടുപ്പ് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. അതിപ്പോ ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണിന്റെ പുളി പറയാണ്ട് എന്തോരം വളം ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. pH കണ്ടിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഇടയ്ക്കിടക്കൊരു ഇച്ചിരി കക്കാൻ നീറ്റിച്ചിട്ട് കൊടുത്താ ബെസ്റ്റ്. പ്രിൻസിയെ സംബന്ധിച്ചിടത്തോളം പുതുമോടിയിലാണ് ശ്രീവാച്ചനി പുരസ്കാരമൊക്കെ ലഭിക്കുന്നത്. എന്ത് തോന്നുന്നു? അതൊക്കെ ഓരോരുത്തരുടെ പ്രയത്നവും അധ്വാനത്തിന്റെയും ഫലമല്ലേ. സന്തോഷമുണ്ട്. കുരുമുളകിൽ പന്നിയൂരും കരിമുണ്ടയും കരിയിലാഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിലും ശ്രീവാച്ചൻ വികസിപ്പിച്ച പുതിയ ഇനം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും. നേരാം ഭാവുകങ്ങൾ. എല്ലാരും ചേർന്നോളൂ. എല്ലാരും ഇങ്ങോട്ട് നോക്ക്. സ്മൈൽ. കുട്ടിച്ചാ, ഞാൻ ഇവിടെ വരാതിരിക്കുമായിരുന്നു. എന്നാലും സ്ലീവാച്ചാ നീ എന്നോട് കാണിച്ച മകാ പോക്കത്തിലും ആയിപ്പോട്ടോ. എൻ്റെ കൊച്ചു കൂടെ വന്ന് കയറിയ കാര്യം നിനക്ക് ഇങ്ങോട്ടൊന്ന് പറയായിരുന്നു. മകാ മോശമായിപ്പോടാ. ഞങ്ങളെല്ലാവരും അവളെ വിളിച്ചോണ്ട് പോകാൻ വന്നാ. അമ്മച്ചി, ആ പിള്ളേരെ കൊണ്ട് വിളിച്ച് കുടിച്ചു വന്ന്. എന്നത്തിന് പിള്ളേർക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ സമാധാനത്തോടെ നിങ്ങൾ ഇല്ല വരത്തില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാ. നീ കഴിഞ്ഞ ആഴ്ച എന്റെ തലത്തോട് സത്യം ചെയ്തല്ലേ ഇവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. അതമ്മ എന്ന് വിഷം അടിക്കുന്നു പറഞ്ഞിട്ടല്ലേ. നീ അവളെ വിളിച്ചിറക്കടി. ദേ ബാബുവേ, ഇവിടെ ഗുണ്ടായസൊന്നും വേണ്ട. പിള്ളേര് വരുവാണെങ്കിൽ വിളിച്ചോണ്ട് പോയിക്കോ. എടാ സ്ലീവാച്ച, അത് പറയാം. നിനക്കെന്ത് യോഗ്യതരാ ഉള്ളത്? നീ നിന്റെ സ്വന്തം പെണ്ണുമ്പോളെ ഞങ്ങളുടെ ബലാത്സംഗം ചെയ്തല്ലേ? വീട്ടുമുറ്റത്ത് വന്ന് ഞങ്ങളുടെ ചെറുക്കനെ വേണ്ടാതീനെ പറഞ്ഞോണ്ടല്ലോ തെങ്ങും മുടക്കാലെടുത്തടിക്കും ഞാൻ. അനേജി ചുമ്മാ എന്നത് കുടിച്ചു വന്നേ. ഡേഡി നീ അങ്ങോട്ട് ചെല്ലേ ചെല്ലേ. കൊണ്ടിരുന്നു. നമുക്ക് സംസാരിക്കാം. ചേച്ചി അത്തരേ ചേച്ചി അത്തരേ. കുട്ടിച്ചു, ഇവളെ എൻ്റെ കൂടെ പെങ്ങളല്ലേ. ഇവക്ക് മോശമായ ഒരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടിച്ചന് തോന്നുന്നുണ്ടോ? എന്നെ കുട്ടിച്ചൻ അങ്ങനെയാണോ കണ്ടേക്കണേ? എടാ വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വെച്ചത് ഈ രണ്ടെണ്ണത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഗ്രേസിയും കൂടി വട്ടക്കൊട്ട വെള്ളം കോരുന്നത് നീ കാണുന്നില്ല ദിവസവും. ഇവിടെ നിന്ന് പുറത്ത് പോയി എൻ്റെ വീടൊന്ന് കര കയറുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഇക്കട്ടെങ്കിൽ എൻ്റെ മാതാവ് എൻ്റെ കൊച്ചിൻ്റെ ഭാവി പോയല്ലോ. എൻ്റെ കുട്ടിച്ച, ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് ഇവര് തമ്മിലുണ്ട്. അതെനിക്ക് അറിയാവുന്നതാ. പിന്നെ ഇവൻ എൻ്റെ കൂട്ടുകാരനാണ്. ഇവന് ഞാനാ ഗ്യാരണ്ടി. പോരെ? കുട്ടിച്ച, ഒരു ചായ എടുത്ത് കുടിച്ചേ. ഒരു ചായ എടുത്ത് കുടിക്കുന്നു. ആ പുറത്ത് ഓഫീസർമാർക്കും ചായ കൊടുക്കുന്നു. നീ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഇവിടെ ഉള്ള ഇഷ്ടമുള്ളവരുടെ കൂടെ ചോദിച്ചോട്ടെ, അതൊന്നും ഞാൻ കുഴപ്പമില്ല. എന്നാലും ഭാരതയ്ക്ക് എന്ത് ചെയ്യും? അത് ബാക്കിക്കുമല്ലേ. എനിക്ക് ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ ഇളയത് പറഞ്ഞ ഉണ്ട്. ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം. അല്ലേ ബെറ്റ്സി? നീയൊക്കെ എന്താണ് ചെയ്യുക? ഇനി നീ ഞങ്ങളോട് യാതൊരു ബന്ധവും ഇല്ല. പള്ളിക്കാരുടെ ഇടയിൽ നാട്ടുകാരുടെ അടുത്തും അപ്പച്ചായനും മമ്മീനെ നാട്ടിച്ചപ്പോൾ നമുക്ക് മതിയായില്ലേ. എൻ്റെ മക്കൾ സുഖമായിട്ട് ജീവിച്ചു.